എൻ്റെ ലൈഫിൽ എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു കൊച്ചു സന്തോഷം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഇവിടെ ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഒരു ജഡ്ജ് അതുപോലെ ചീഫ് ഗസ്റ്റായിട്ട് നമ്മുടെ അടുത്തുള്ള ഒരു സ്കൂളിൽ പോകാൻ ഒരു അവസരം ഉണ്ടായി. അത് നിങ്ങളൊക്കെയാണ് എനിക്ക് നേടിത്തന്നിട്ടുള്ളത്. എൻ്റെ ഹസ്ബൻഡിൻ്റെ നാടായിട്ടുള്ള മലപ്പുറം പടിഞ്ഞാറ്റുമുറിയിൽ ഫസ്ഫരി ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ്. അവിടെ ഒരു ഫുഡ് ഫെസ്റ്റ് നടക്കുന്നുണ്ടായിരുന്നു പാരൻസിനൊക്കെ വേണ്ടിയിട്ടുള്ള. അവിടെ നമുക്ക് ചീഫ് ഗസ്റ്റ് ആയിട്ട് പോകാനും അതുപോലെ തന്നെ അവിടെ ഫുഡൊക്കെ ജഡ്ജ് ചെയ്യാനും ഒക്കെയുള്ള ഒരു അവസരം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അവസരം ഒരുക്കി തന്ന സ്കൂളിലെ എല്ലാ ടീമിനോടും പ്രത്യേകം നന്ദിയുണ്ട്. അപ്പോൾ ഫസ്റ്റായിട്ടാണ് ഇങ്ങനെ ഒരു അവസരം എനിക്കുണ്ടായിരുന്നത്. അപ്പം ആദ്യം ഉദ്ഘാടനം ചെയ്യുന്ന ഒരു രംഗാട്ട് നിങ്ങൾ കാണുന്നത്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ എന്തോ ഒരു എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷവും ഉണ്ടായിരുന്നു കേട്ടോ. ഹെൽത്ത് വൈസ് കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു ടൈമായിരുന്നു. പിന്നെ കുഴപ്പമില്ല, അവർ ലാസ്റ്റ് വീണ്ടും എന്നെ തന്നെ വിളിച്ചപ്പോൾ ഞാനങ്ങ് അടുത്തല്ലേ എന്ന് വിചാരിച്ച് അങ്ങ് പോയതാണ് കേട്ടോ. അപ്പോൾ കുട്ടികൾ ഒരുക്കിയിട്ടുള്ള മിഠായി പീടികയൊക്കെ ഉണ്ട് കേട്ടോ. പഴയ കാലത്തെ മിഠായികളും ഉപ്പിലിട്ടതും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമുക്ക് ജഡ്ജ് ചെയ്യാനുള്ള അവസരം ഉണ്ടായിരുന്നത്. അപ്പോൾ ഇങ്ങനെ കൂൾ ഡ്രിങ്ക്സ്, അതുപോലെ സ്നാക്സ്, പിന്നെ റൈസ് ഐറ്റംസ്, അങ്ങനെ ഒരുപാട് വിഭവങ്ങളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കൂൾ ഡ്രിങ്ക്സിൻ്റെ അവിടെയാണ് ഞാൻ ജഡ്ജ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ആ ഒരു മോർണിംഗിൽ തന്നെ ഒരുപാട് ഐറ്റംസ് പാരൻസ് സ്കൂളിലേക്ക് കുട്ടികളുടെ അടുത്ത് കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഫസ്റ്റായിട്ടാണ് ജഡ്ജ് ചെയ്യുന്നതെന്നുണ്ടെങ്കിലും പക്ഷേ എനിക്കത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇനി എവിടെ ജഡ്ജ് ചെയ്യാൻ വിളിച്ചാലും എനിക്ക് മടി കൂടാതെ പോകാൻ പറ്റും. കാരണം ഇതെങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. നമുക്ക് ഓരോ ഫുഡ് കഴിക്കുമ്പോഴും നമുക്ക് അതിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റുമല്ലോ. അപ്പം അങ്ങനെ എൻ്റെ കൂടെ വേറെ 2 ടീച്ചേഴ്സ് കൂടെ ഉണ്ടായിരുന്നു കേട്ടോ ജഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ 3 പേരും കൂടെ ഒരേ പോലെ തോന്നിയതാണ് നമ്മൾ പ്രൈസ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി കുട്ടികളെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള ഫുഡൊക്കെ നമുക്ക് കാണാം കേട്ടോ, ഓരോന്നായിട്ട് കാണാം. ആദ്യം തന്നെ പാരൻസിന് വലിയൊരു അപ്രിസിയേഷൻ കൊടുക്കാനുണ്ട്. അത്രയും കഷ്ടപ്പെട്ട് ഒരുപാട് ഐറ്റംസ്, ഡെസേർട്ട് ആയാലും അല്ലെങ്കിൽ റൈസ് ഐറ്റംസ് ഒക്കെ ആയാലും പിന്നെ മുന്നിലും കുട്ടി ഷെഫുമാർ കുറേ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കാണാൻ നല്ല രസമുണ്ടായിരുന്നു. തലയിലൊക്കെ ഷെഫ് തൊപ്പിയൊക്കെ വെച്ചിട്ട് ഫുഡൊക്കെ കണ്ടോ ഓരോന്നായിട്ട് ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെ ഡെസേർട്ട് ഐറ്റംസ് ആണ്. പല ടൈപ്പ് ഡെസേർട്ടുകൾ ഉണ്ട് കേട്ടോ. ഡെസേർട്ട് കഴിഞ്ഞാൽ പിന്നെ റൈസ് ഐറ്റംസ് ഉണ്ട്. പല ടൈപ്പ് റൈസ് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. ഇങ്ങനെ മൺചട്ടിയിൽ അങ്ങനെ പല ടൈപ്പ്, എന്താ പറയുക, പാസ്ത ഉണ്ട്, അതുപോലെ ബ്രോസ്റ്റ് ഉണ്ട്, ചെമ്മീൻ ബിരിയാണി, അങ്ങനെ പല റൈസസും ഉണ്ടായിരുന്നു കേട്ടോ. ടീച്ചേഴ്സൊക്കെ വന്നിട്ട് എല്ലാം ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. അങ്ങനെ ജഡ്ജ്മെൻറ്റൊക്കെ കഴിഞ്ഞാൽ പിന്നെ എല്ലാവർക്കും ടേസ്റ്റ് ചെയ്ത് നോക്കാനുള്ള, കുട്ടികൾക്കും ഒക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കാനുള്ള അവസരം കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അവർ. സംഭവം എന്തായാലും നല്ല അടിപൊളിയായിരുന്നു. നല്ല അടിപൊളി പ്രോഗ്രാമായിരുന്നു കേട്ടോ. ഞാൻ കുട്ടികളുടെ ഓരോന്നായിട്ട് കാണിച്ചിട്ട് വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഞാൻ എൻ്റെ ഒരു സന്തോഷം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെച്ചു എന്നുള്ളൂ. കാരണം നിങ്ങളാണ് എന്നെ ഈ ഒരു ഇത്രയും ഒരു ഫോളോവേഴ്സ് ആക്കി തന്നത്, നിങ്ങൾ കാരണമാണ്. അതുകൊണ്ടാണ് നമുക്ക് ഇതുപോലത്തെ അവസരങ്ങളൊക്കെ നമ്മളെ തേടി വരുന്നത്. അപ്പോൾ ആ ഒരു സന്തോഷം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാണ് കേട്ടോ. അപ്പോൾ ശരി, ഇൻഷാ അല്ലാഹ് പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തൊരു ദിവസം കാണാം. അതുവരേക്കും ബൈ, താങ്ക് യു.